ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. ദശമസ്കന്ധം അഥ ഷഡ്പഞ്ചാശത്തമോധ്യായ. ശ്രീശുക ഉവാച. സത്രാജിത സ്വതനയാം കൃഷ്ണായ കൃതകിൽബിഷ സ്യമന്തകേന മണിന സ്വയമുദ്ധ്യമ്യ ദത്തവാൻ രാജോവാച. സത്രാജിത കിമകരോത് ബ്രഹ്മൻ കൃഷ്ണസ്യ കിൽബിഷം സ്യമന്തക കുതസ്തസ്യ കസ്മാത് ദത്താസുതാഹരേ. ശ്രീശുക ഉവാച. ആസീത് സത്രാജിത സൂര്യോ ഭക്തസ്യ പരമസഖാ പ്രീതസ്തസ്മൈ മണിം പ്രാതാൽ സൂര്യസ്തുഷ്ടസ്യ മന്ദകം. സ തം ബിഭ്രന്മണിം ഖണ്ഡേ ഭ്രാജമാനോ യഥാ രവി പ്രവിഷ്ടോ ദ്വാരകാം രാജം തേജസാനോപലക്ഷിത. തം വിലോക്യ ജനാ ദൂരാത് തേജസാമുഷ്ടദൃഷ്ടയാ ദിവ്യദേശൈർഭഗവതേ ശശംസു സൂര്യശങ്കിതാ. നാരായണ നമസ്തേസ്തു ശംഖുചക്രഗദാധര ദാമോദരാരവിന്ദാക്ഷ ഗോവിന്ദ യദുനന്ദന. ഏഷായാദിസവിധാ ത്വാം ദിദൃശുർജഗൽപദേ മുഷ്ണൻ ഗഭസ്തിചക്രേണ നൃണാം ചക്ഷുംഷിദിഗ്മഗു. നന്വന്യിച്ഛന്തി തേ മാർഗം ത്രിലോക്യാം വിബുധർഷഭ ജ്ഞാത്വാദ്യഗൂഢം യദുഷു ദ്രഷ്ടും ത്വാം യാത്യജ പ്രഭോ. ശ്രീശുക ഉവാച. നിശമ്യ ബാലവചനം ബൃഹസ്യാംബുജലോചന പ്രാഹനാ സൗര്യവിർദേവ സത്രാജിന്മണിനാജ്വലൻ. സത്രാജിത് സ്വഗൃഹം ശ്രീമത് കൃതകൗതുകമംഗളം പ്രവശ്യ ദേവസദനേ മണിം വിപ്രൈർന്യവേശയത്. ദിനേ ദിനേ സ്വർണഭാരാനഷ്ടൗ സ സൃജതി പ്രഭോ ദുർഭിക്ഷമാര്യരിഷ്ടാനി സർപ്പാദിവ്യാദയോ ശുഭ. ന സന്ധിമായിനസ്തത്ര യത്രാസ്തേഭ്യർച്ചിതോ മണി സ യാജിതോ മണിം ക്വാപി യദുരാജായ ശൗരിണ. നൈവാർത്ഥകാമുകപ്രാദാത് യാജ്ഞാഭംഗമതർക്കയൻ. തമേകദാ മണിം ഖണ്ഡേ പ്രതിമുച്യ മഹാപ്രഭം പ്രസേനോ ഹയമാരുഹ്യ മൃഗയാം വ്യചരദ്വനെ. പ്രസേനം സഹയം ഹത്വാ മണിമാച്ഛിദ്യ കേസരി ഗിരിം വിശൻ ശാംഭവദ നിഹതോ മണിമിച്ഛതാം. സോപി ചക്രേ കുമാരസ്യ മണിം ക്രീഡനകമ്പിലേ അപശ്യൻ ഭ്രാതരം ഭ്രാതാ സത്രാജിത് പര്യതപ്യത. പ്രായ കൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനം ഗദാ ഭ്രാതാ മമേതി തച്ഛ്രുത്വാ കർണേ കർണേ ജപൻ ജനാ. ഭഗവാൻ സതുപസൃജ്യ ദുര്യശോ ലിപ്തമാത്മനീം മാർഷ്ടും പ്രസേന പദവീം അന്വപദ്ധ്യത നാഗരൈ. ഹതം പ്രസേനമശ്വം ച വീക്ഷ്യ കേസരിണാ വനേ തം ചാദ്രിപൃഷ്ഠേ നിഹതമർഷേണാദദൃശുർജനാ. ദൃഷ്ടരാജബിലം ഭീമമന്ധേന തമസാ വൃതം ഏകോ വിവേശ ഭഗവാനവസ്ഥാപ്യ ബഹിപ്രജാ. തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം ഹർത്തും കൃതമതിസ്തസ്മിന്നവതസ്തേർഭഗാന്തികേ. തമപൂർവം നരം ദൃഷ്ട്വാ ധാത്രീ ചുക്രോശഭീതവത് തച്ഛ്രുത്വാഭ്യദ്രവത് ക്രുദ്ധോ ജാംബവാൻ ബലിനാം വരാം. സ വൈ ഭഗവദാദേന യുയുധേ സ്വാമിനാത്മനാ പുരുഷം പ്രാകൃതം മത്വാ കുപിതോ നാനുഭാവവിത്. ദ്വന്ദ്വയുദ്ധം സുതുമുലമുഭയോർവിജിഗീഷതോ ആയുധാശ്മശ്രുവൈർദോർഭിക്രവ്യാർത്ഥേഷ്വേനയോരിവാം. ആസീത്തദഷ്ടാവിംശാഹാം ഇതരേതരമുഷ്ടിഭിः വജ്രനിഷ്പേഷപരുഷൈരവിശ്രമമഹർനിശം. കൃഷ്ണമുഷ്ടിവിനിഷ്പാദ നിഷ്പിഷ്ടാം ഗോരുബന്ധന ക്ഷീണസത്വാ സ്വിന്നഗാത്രാസ്ത ആഹാദീവ വിസ്മിതാം. ക്ഷീണസത്വാ സ്വിന്നഗാത്രാസ്തമാഹാദീവ വിസ്മിത. ജാനേ ത്വാം സർവഭൂതാനാം പ്രാണ ഓജസഹോബലം. വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണുമതീശ്വരം. ത്വം ഹി വിശ്വസൃജാം സൃഷ്ടാ സൃജ്യനാം അഭിയച്ഛസൽ. കാലകാലയതാമീശ പര ആത്മാ തഥാത്മനാം. യസ്യേഷദുത്കലിതരോഷകടാക്ഷമോഷൈർവർമാദിശത് ക്ഷുഭിതനക്രതിമിംഗലോബ്ധി. സേതുകൃതാശ്വയസ ഉജ്ജ്വലിതാചലങ്കാ രക്ഷ ശിരാംസി ഭുവി പേതുരിഷുക്ഷതാനീം. ഇതി വിജ്ഞാതവിജ്ഞാനമൃഷരാജാനമച്യുത
വ്യാജഹാര മഹാരാജ ഭഗവാൻ ദേവകീസുത അഭിമൃശ്യാരവിന്ദാക്ഷ പാണിനാശം കരേണതം കൃപയാ പരയാ ഭക്തം പ്രേമഗംഭീരയാ ഗിരാം മണിഹേതോരിഹ പ്രാപ്ത വയമൃക്ഷപദേ ബിലം വിദ്യാഭിശാപം പ്രമൃജന്നാത്മനോ മണിനാമുന ഇത്യുക്താ സ്വാം ദുഹിതരം കന്യാം ജാമ്പവതീം മുദാ അർഹണാർത്ഥം സമണിനാ കൃഷ്ണായോപജഹാരഃ അദൃഷ്ട്വാ നിർഗമം ശൗരേ പ്രവിഷ്ടസ്യ ബിലം ജനാം പ്രതീക്ഷ്യ ദ്വാദശാഹാനി ദുഃഖിതാ സ്വപുരം യയൗ നിശമ്യ ദേവകീ ദേവീ രുക്മിണ്യാനകദുന്ദുഭീം സുഹൃദോ ജ്ഞാതയോ ശോചൻ ബിലാത് കൃഷ്ണമയ നിർഗതം സത്രാജിതം ശബന്തസ്തേ ദുഃഖിതാ ദ്വാരകൗകസാ ഉപദസ്തുർമഹാമായാം ദുർഗാം കൃഷ്ണോപലബ്ധയേ തേഷാം ദുർദേവ്യുപസ്ഥാനാത് പ്രത്യാദിഷ്ടാശിഷാസജ പ്രാദുർബഭൂവ സിദ്ധാർത്ഥ സധാരോ ഹർഷയൻ ഹരി ഉപലഭ്യ ഹൃഷീകേശം മൃതം പുനരിവാഗതം സഹപത്ന്യാമണിഗ്രീവം സർവേ ജാതമഹോത്സവ സത്രാജിതം സമാഹൂയ സഭായാം രാജസന്നിധൗ പ്രാപ്തിം ചാഖ്യായ ഭഗവാൻ മണിം തസ്മൈ ന്യവേദയൽ സ ചാത്രിവ്രീഡിതോ രത്നം ഗൃഹീത്വാ വാങ്മുഖസ്തദാ അനുതപ്യമാനോ ഭവനമഗമത് സ്വേന പാപ്മന സോനുധ്യായംസ്തദേവാഖം ബലവദ്വിഗ്രഹാകുലാം കഥം മൃജാമ്യാത്മരജഃ പ്രസീദേദ്വാച്യുതഃ കഥം കിം കൃത്വാ സാധു മഹ്യം സ്യാത് ന ശപേദ്വാ ജനോ യഥാ അധീർക്കദർശനം ക്ഷുദ്രം മൂഢം ദ്രവിണലോലുപം ദാസ്യേദുഹിതരം തസ്മൈ സ്ത്രീരത്നം രത്നമേവ ച ഉപായോയം സമീചീനസ്തസ്യ ശാന്തിർന ചാന്യതാ ഏവം വ്യവസ്ഥിതോ ബുദ്ധ്യാ സത്രാജിത് സുസുതാം ശുഭാം മണിം ച സ്വയമുദ്ധമ്യ കൃഷ്ണായോപജഹാരഃ താം സത്യഭാമാം ഭഗവാനുപയേമേ യഥാവിധി ബഹുഭിർയാചിതാം രൂപൗധാര്യഗുണാന്വിതാം ഭഗവാനാഹാമണിം പ്രതീച്ഛാമോ വയം നൃപാ തവാസ്താം ദേവഭക്തസ്യ വയം ജാഫലഭാഗിനാ ഹരി ഓം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സ്യമന്തകോപാഖ്യാനം നാമ ഷഡ്പഞ്ചാശത്തമോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മന കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗേ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശമസ്കന്ധം 56-ാമത്തെ അധ്യായം. ജനാപവാദത്തെ ദൂരീകരിക്കാനായിട്ട് സ്യമന്തകമണി അന്വേഷിച്ച് ജാമ്പവാന്റെ സമീപം ചെന്നുവെന്നും ജാമ്പവാന്റെ പുത്രിയായിട്ടുള്ള ജാമ്പവതിയെയും സത്രാജിത്തിൻ്റെ പുത്രിയായിട്ടുള്ള സത്യഭാമയെയും ഭഗവാൻ വിവാഹം ചെയ്തു എന്നും ഈ അധ്യായത്തിൽ വർണ്ണിക്കണം. ശ്രീ ശബരിമഹർഷി പറയാണ്, സത്രാജിത സ്വതനയാം കൃഷ്ണായ കൃതകിൽബിഷ സ്യമന്തകേന മണിന സ്വയമുദ്യമ്യ ദത്തവാൻ. സത്രാജിത്ത് ഭഗവാന്റെ നേരെ അപരാധം ചെയ്തിട്ട് ആ ദോഷശാന്തിക്കായി തൻ്റെ പുത്രിയായിട്ടുള്ള സത്യഭാമയെ സ്യമന്തകരത്നത്തോടുകൂടി സ്വയം അങ്ങോട്ട് ചെന്ന് ഭഗവാനായിക്കൊണ്ട് അർപ്പിച്ചു. അപ്പോൾ പരീക്ഷിത്ത് ചോദിക്കുകയാണ്, സത്രാജിത്ത് ഭഗവാന് നേരെ എന്ത് അപരാധമാണ് ചെയ്തത്? അദ്ദേഹത്തിന് ഈ സ്യമന്തകമണി എവിടുന്നാണ് കിട്ടിയത്? എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം പുത്രിയെ ഭഗവാന് സമർപ്പിച്ചത്?
അപ്പോൾ ശ്രീശുബ്രഹ്മർഷി മറുപടി പറയാണ്, സത്രാജിത്ത് വലിയ സൂര്യഭക്തനായിരുന്നു. സൂര്യന് അദ്ദേഹം വലിയ സഖാവിനെ പോലെയായിരുന്നു. സൂര്യദേവൻ സന്തുഷ്ടനായിട്ട് അദ്ദേഹത്തിന് സ്യമന്തകം എന്ന ദിവ്യരത്നത്തെ കൊടുത്തു. ആ മണി കഴുത്തിൽ ധരിച്ചും കൊണ്ട് സത്രാജിത്ത് ദ്വാരകയിലേക്ക് വന്നു. ജനങ്ങൾ ദൂരത്തു നിന്ന് കണ്ടപ്പോൾ സൂര്യദേവനാണോ വരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഭഗവാനോട് ചെന്ന് പറയാണ്, ഹേ ജഗൽപദേ, അങ്ങേക്ക് നമസ്കാരം. തീക്ഷ്ണരശ്മിയായിട്ടുള്ള സൂര്യദേവൻ അങ്ങയെ കാണാൻ ആഗ്രഹിച്ചും കൊണ്ട് ഇതാ ഇങ്ങോട്ട് വരുന്നുണ്ട്. ത്രൈലോക്യത്തിലെ സർവ്വദേവശ്രേഷ്ഠന്മാരും അവിടുത്തെ മാർഗത്തെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഭഗവാൻ യാദവന്മാരിലെ ഗൂഢനായി വസിക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ട് സൂര്യദേവൻ ഇങ്ങോട്ട് ദർശിക്കാൻ വരികയാണ്. ശിശുബ്രഹ്മർഷി പറയാണ്, ജനങ്ങളുടെ ഇങ്ങനെയുള്ള വാക്കൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് സൂര്യദേവനല്ല, സ്യമന്തക രത്നത്താൽ പ്രകാശിക്കുന്ന സത്രാജിത്താണ് എന്ന് പറഞ്ഞു. സത്രാജിത്ത് ആ ഭഗവാന്റെ ഗൃഹത്തെ പ്രാപിച്ചിട്ട് ബ്രാഹ്മണരെ കൊണ്ട് ആ മണി പൂജാസ്ഥാനത്ത് വെപ്പിച്ചു. ആ മണിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ദിനേ ദിനേ സ്വർണഭാരാൻ അഷ്ടൗ സസൃജതി പ്രഭോ ദുർഭിക്ഷമാര്യരിഷ്ടാനി സർപ്പാധിവ്യാധയോ ശുഭാ ന സന്ധിമായി നസ്തത്ര യത്രാസ്തേഭ്യർച്ചിതോ മണി. ആ മണി ദിവസം തോറും 8 ഭാരം സ്വർണം ഉണ്ടാക്കുന്നു. ആ മണി എവിടെ വെച്ച് ആരാധിക്കുന്നോ അവിടെ ദാരിദ്ര്യം, പകർച്ചവ്യാധികൾ, ആപത്തുകൾ, സർപ്പഭയം, ആധിവ്യാധികൾ, അശുഭങ്ങൾ, മായാവികൾ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഭഗവാൻ യദുരാജാവായിട്ടുള്ള ഉഗ്രസേനന് കൊടുക്കാനായിട്ട് ആ മണി സത്രാജിത്തിനോട് യാചിച്ചു. ആ സത്രാജിത്ത് അർത്ഥത്തിൽ അത്യാഗ്രഹമുള്ളവനായിട്ട് ഭഗവാന് ആ മണി കൊടുക്കാതിരുന്നാലുള്ള വൈഷമ്യത്തെ ചിന്തിക്കാതെ അദ്ദേഹം അത് കൊടുത്തില്ല. എല്ലാ അനിഷ്ടങ്ങളും നശിക്കുന്ന ആ സെമന്തക രത്നം പോലും ഭഗവാന് സമർപ്പിക്കാതിരുന്നാൽ സർവ അനർത്ഥകരമായി തീരുമെന്ന് ഇത് സൂചിപ്പിക്കണം. അത് കാണിക്കാനായിട്ട് ആ കഥ പറയാണ്. ഒരിക്കൽ മഹാപ്രകാശമുള്ള ഈ മണി ധരിച്ചിട്ട് സത്രാജിത്തിൻ്റെ സഹോദരനായ പ്രസേനൻ കുതിരപ്പുറത്ത് കയറി നായാട്ടിനായിട്ട് പോയി. ഒരു സിംഹം ഈ പ്രസേനനെ കുതിരയോടുകൂടി നിഗ്രഹിച്ചിട്ട് ആ മണി തട്ടിയെടുത്തു. ആ മണി കണ്ടിട്ട് ഒരു ജാമ്പവാൻ ആ സിംഹത്തിനെ കൊന്നിട്ട് ആ മണി എടുത്തു. ആ ഗുഹയിൽ ചെന്നിട്ട് കുട്ടിക്ക് കളിക്കാനായിട്ട് ആ രത്നത്തെ കൊടുത്തു. സഹോദരനായിട്ട് സത്രാജിത്ത് പ്രസേനനെ കാണാതെ വല്ലാണ്ട് വ്യസനിച്ചു. മണി കഴുത്തിൽ ധരിച്ചിട്ട് വനത്തിലേക്ക് പോയ സഹോദരനെ കൃഷ്ണനാവും കൊന്നിരിക്കുക എന്ന് സത്രാജിത്ത് വിചാരിച്ചു. കാരണം കൃഷ്ണൻ മുമ്പ് മണി യാചിച്ചതാണല്ലോ. ഇങ്ങനെ അദ്ദേഹം അത് പറയാൻ തുടങ്ങി. ജനങ്ങളൊക്കെ അത് ഏറ്റു പറയാൻ തുടങ്ങി. അങ്ങനെ ഭഗവാന് വലിയൊരു അപകീർത്തി ഉണ്ടായി. ഇതറിഞ്ഞിട്ടുള്ള ഭഗവാൻ ദ്വാരകാവാസികളോടുകൂടി പ്രസേനൻ്റെ മാർഗം അന്വേഷിച്ചിട്ട് പോയി. കാട്ടിൽ ചെന്നപ്പോൾ സിംഹത്താൽ കൊല്ലപ്പെട്ട പ്രസേനനെയും കുതിരയെയും കണ്ടു. കുറച്ചും കൂടെ മുമ്പോട്ട് പോയപ്പോൾ വാനരനാൽ കൊല്ലപ്പെട്ട സിംഹത്തെയും കണ്ടു. ആ കൂടെ വന്ന ജനങ്ങളെയൊക്കെ പുറത്ത് നിർത്തിയിട്ട് ആ അന്ധകാരാവൃതമായിട്ടുള്ള ഗുഹയിലേക്ക് ഭഗവാൻ ഒറ്റയ്ക്ക് പ്രവേശിച്ചു. അവിടെ ആ കുട്ടി ഈ മണി കൊണ്ട് കളിക്കുന്നത് കണ്ടിട്ട് അതെടുക്കാനായിട്ട് ആ കുട്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ ആ കുട്ടിയുടെ വളർത്തമ്മ ഈ മുമ്പ് കാണാത്ത മനുഷ്യനെ കണ്ടിട്ട് ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ ശ്രേഷ്ഠനായിട്ടുള്ള ആ ജാമ്പവാൻ ക്രുദ്ധനായിട്ട് ഓടി വന്നു. ഭഗവാൻ തൻ്റെ ഗുഹയിലേക്ക് വരുമെന്ന് ചിന്തിക്കാതിരുന്നത് കൊണ്ട് വന്ന ആളുടെ പ്രഭാവം അറിയാണ്ട് അദ്ദേഹം വെറും പ്രാകൃതനാണെന്ന് കരുതിയിട്ട് ജാമ്പവാൻ തൻ്റെ സ്വാമിയായിട്ടുള്ള ഭഗവാനോട് കൂടി യുദ്ധം ചെയ്തു. രണ്ടാളുകളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധം ഉണ്ടായി. ആയുധങ്ങൾ, കല്ലുകൾ, വൃക്ഷങ്ങൾ കൊണ്ടൊക്കെ യുദ്ധമുണ്ടായി. വജ്രം കൊണ്ടുള്ള ആഘാതം പോലെ നിഷ്ഠുരമായ മുഷ്ടികൾ കൊണ്ട് അന്യോന്യം 28 ദിവസം വിശ്രമമില്ലാണ്ട് പകലും രാത്രിയും യുദ്ധം ചെയ്തു. സച്ചിദാനന്ദമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ പ്രഹാരം കൊണ്ട് ജാമ്പവാന്റെ അവയവ സന്ധിബന്ധങ്ങളൊക്കെ ശിഥിലങ്ങളായി ക്ഷീണിച്ച് വിയർത്ത് കുളിച്ച് ആശ്ചര്യഭരിതനായിട്ട് ഭഗവാനോട് ജാമ്പവാൻ പറയാണ്, ജാനേ ത്വം സർവഭൂതാനാം പ്രാണ ഓജസ്സഹോബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണുമധീശ്വരം. അടിയൻ ഭഗവാനെ സർവഭൂതങ്ങളുടെയും പ്രാണനായും ഇന്ദ്രിയബലം, മനോബലം, ശരീരബലം എന്നിവയായും അറിയണു.
ഭഗവാനെ സനാതനനായ പ്രകൃതി പ്രവർത്തകനായും സർവകാരണമായും സർവനിയന്താവായും സർവവ്യാപകനായും അറിയുന്നു. ഭഗവാൻ സർവ പ്രജാപതിമാരുടെയും സ്രഷ്ടാവും സർവകാര്യങ്ങളുടെയും ഉപാദാനവുമാകുന്നു. അവിടുന്ന് സർവത്തെയും വശീകരിക്കുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായ കാലമൂർത്തിയും സർവരുടെയും നിയന്താവുമാകുന്നു. അതുകൊണ്ട് തൻ്റെ ഇഷ്ടമൂർത്തിയായിട്ടുള്ള സീതാപതി തന്നെ എന്ന് പറയാണ്. യസ്യേഷദുത്കലിതരോഷകടാക്ഷമോക്ഷേർവർമാദിശത്ക്ഷുഭിതനക്രതിമിംഗലോബ്ധി സേതുഹൃദസ്വയശ ഉജ്ജ്വലിതാചലങ്കാ രക്ഷശിരാംസി ഭുവി പേതുരിഷുക്ഷതാനി. ക്ഷോഭിച്ച മുതലകളോടും തിമിംഗലങ്ങളോടും കൂടിയിട്ടുള്ള സമുദ്രരാജൻ ആരുടെ ജ്വലിച്ച കോപത്തോടുകൂടിയ കടാക്ഷങ്ങളാൽ വഴികൊടുത്തുവോ, ആരാണോ ആ സമുദ്രത്തിലെ തൻ്റെ യശോരൂപമായിട്ടുള്ള സേതു ബന്ധിച്ചത്, ലങ്ക ദഹിപ്പിച്ചത്, രാക്ഷസന്മാരുടെ ശിരസ്സുകൾ അസ്ത്രം കൊണ്ട് ഛേദിച്ച് ഭൂമിയിൽ വീഴ്ത്തിയത്, ആ രഘുകുല അലങ്കാരഭൂതനായിട്ടുള്ള രാമചന്ദ്രനാണ് അവിടുന്ന് എന്ന് അടിയനറിയണു. തൻ്റെ തത്വം മനസ്സിലാക്കിയിട്ടുള്ള ജാമ്പവാനോട് ഭഗവാൻ തൻ്റെ തൃക്കൈ കൊണ്ട് ആ പരമഭക്തനായിട്ടുള്ള ജാമ്പവാനെ തലോടിക്കൊണ്ട് പ്രേമ ഗംഭീര സ്വരത്തിൽ പറയാണ്, ഹേ വാനരപദേ, സ്യമന്തകമണി ഹേതുവായി ഞാൻ അങ്ങയുടെ ഗുഹയെ പ്രാപിച്ചിരിക്കുകയാണ്. ആ മണി കൊണ്ട് എനിക്ക് വന്ന അഭയശസ് തേച്ച് കളയാനായിട്ടാണ് ഞാനിവിടെ വന്നത്. കാര്യം മനസ്സിലാക്കിയിട്ടുള്ള ജാമ്പവാൻ തൻ്റെ പുത്രിയും കന്യകയുമായ ജാമ്പവതിയെ ആ സെമന്തകമണിയോടുകൂടി സന്തോഷത്തോടെ ഭഗവാന് സമർപ്പിച്ചു. ഗുഹയിലേക്ക് പോയിട്ടുള്ള ഭഗവാനെ തിരിച്ചു കാണാണ്ട് 12 ദിവസം ജനങ്ങളവിടെ കാത്തിരുന്നു. അവർ ദുഃഖിതരായിട്ട് ദ്വാരകയിലേക്ക് മടങ്ങി. ഈ വാർത്ത കേട്ടപ്പോൾ ദേവകീദേവിയും രുക്മിണിയും വസുദേവരും സുഹൃത്തുക്കളും സംബന്ധികളൊക്കെ വല്ലാതെ വ്യസനിച്ചു. അവർ സത്രാജിത്തിനെ ശപിച്ചു. ഭഗവാന്റെ തിരിച്ചുവരവിനായിട്ട് സർവശക്തിയായിട്ടുള്ള ശ്രീ ദുർഗാഭഗവതിയെ സേവിച്ചു. അവരുടെ ദേവി ഉപാസനാ ഹേതുവായിട്ട് സിദ്ധിച്ച ആശീർവാദത്തോടു കൂടി തന്നെ ഭഗവാൻ കാര്യം സാധിച്ച് പത്നിയോടുകൂടി അവരെയെല്ലാം ആനന്ദിപ്പിച്ചും കൊണ്ട് അവിടെ വന്നു. മരിച്ചവൻ തിരികെ വന്നാൽ എന്ന പോലെ ഭഗവാനെ കഴുത്തിൽ മണിധരിച്ച് പത്നിയോടുകൂടി കണ്ടപ്പോൾ എല്ലാവരും ആനന്ദപരവശരായി തീർന്നു. രാജാവിൻ്റെ സാന്നിധ്യത്തിൽ സഭയിൽ വെച്ച് സത്രാജിത്തിനെ വിളിച്ചു വരുത്തി മണി കിട്ടിയ സംഗതിയെല്ലാം അറിയിച്ച് ഭഗവാൻ ആ മണി സത്രാജിത്തിനായി തന്നെ കൊടുത്തു. അദ്ദേഹം വളരെ ലജ്ജിതനായി ആ മണി വാങ്ങി കീഴ്പോട്ട് തന്നെ നോക്കിക്കൊണ്ടും തൻ്റെ പാപകർമ്മത്താൽ തപിച്ചുകൊണ്ടും അവിടെ നിന്ന് ഭവനത്തിലേക്ക് പോയി. ബലവാനോടുകൂടി കലഹം വന്നതിൽ പരിതപിച്ചിട്ട് താൻ ചെയ്ത പാപം ചിന്തിച്ചുകൊണ്ടും തൻ്റെ പാപം എങ്ങനെയാണ് നശിപ്പിക്കുക, എങ്ങനെയാണ് ഭഗവാനെ പ്രസന്നനാക്കുക, എന്ത് ചെയ്താലാണ് എനിക്ക് മംഗളം വരിക, ജനങ്ങൾ എന്ത് ചെയ്താലാണ് എന്നെ ശപിക്കാതിരിക്കുക എന്നിങ്ങനെയൊക്കെ അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി തൻ്റെ സ്ത്രീരത്നമായിട്ടുള്ള പുത്രിയെയും സ്ത്രീധനമായിട്ട് ഈ സെമന്തകരത്നത്തെയും ഭഗവാന് തന്നെ സമർപ്പിക്കാം. ഇങ്ങനെ വിചാരിച്ചും കൊണ്ട് മംഗളസ്വരൂപിണിയായിട്ടുള്ള തൻ്റെ പുത്രിയായിട്ടുള്ള സത്യഭാമയെയും ആ സെമന്തകമണിയെയും ഭഗവാന്റെ അടുത്ത് ചെന്ന് ഭഗവാന് തന്നെ സമർപ്പിച്ചു. താം സത്യഭാമാം ഭഗവാനുപയേമേ യഥാവിധി ബഹുഭിർയാചിതാം ശീലരൂപൗദാര്യഗുണാന്വിതാം. കൃതവർമാവ് മുതലായിട്ടുള്ള പലരാലും മറ്റും യാചിക്കപ്പെട്ടവളും ശീലം, രൂപം, ഔദാര്യം മുതലായ ഗുണഗണങ്ങളോട് കൂടിയവളുമായിട്ടുള്ള സത്യഭാമയെ ഭഗവാൻ വിധിപ്രകാരം വിവാഹം ചെയ്തു. എന്നിട്ട് സത്രാജിത്തിനോട് പറഞ്ഞു, ഞങ്ങൾ ഈ മണി സ്വീകരിക്കണില്ല, അത് സൂര്യഭക്തനായിട്ടുള്ള അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ, അതിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചു കൊള്ളാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിക്കുന്നത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.